the angle of elevation of the top of a building from the foot of the tower is 30 degrees, and the angle of elevation of the top of the tower from the foot of the building is 60 degrees. The tower is 50 meters high and the height of the building. The angle of elevation of the top of a tower from the foot of the building. അപ്പോൾ ഒരു ബിൽഡിങ്ങും ഉണ്ട്, ഒരു ടവറും ഉണ്ട്. അപ്പോൾ അത് നിൽക്കുന്ന ഗ്രൗണ്ട് നമുക്ക് എ ബി ആയിട്ട് കണക്കാക്കാം. ഇത് ബി സി എന്ന് പറയുന്നത് ടവർ, എ ഡി എന്ന് പറയുന്നത് ബിൽഡിംഗ്. ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്, ഇതാണ് ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ്. ഫ്രം ദ ഫുട്ട് ഓഫ് ദി ടവർ, ഇതാണ് ഫുട്ട് ഓഫ് ദി ടവർ. അതിലെ ആ ഫുട്ട് ഓഫ് ദി ടവറിൽ നിന്ന് ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 degree. The angle of elevation of the top of the tower from the foot of the building A is 60 degree. അതായത് foot of the building ൽ നിന്ന് top of the ടവറിലേക്കുള്ള angle of elevation 60 degree. ഇതാണ് angle of elevation 60 degree. The tower is 50 meter high. ഇതാണ് ടവർ. ടവറിന്റെ ഹൈറ്റ് 50 meter. Find the height of the building. എ ഡി ആണ് ബിൽഡിംഗ്, അതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. എ ബി സി എന്ന ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ. കാരണം ബി സി ഈ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ടവറും അതുപോലെ ബിൽഡിങ്ങും ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറി. ആ റൈറ്റ് ട്രയാങ്കിളിൽ ആംഗിൾ എ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ആംഗിളിനെ ബേസ് ചെയ്ത് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. എ ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ടാൻ ആണ്. അപ്പോൾ ടാൻ 60. അപ്പം ഫ്രം ട്രയാങ്കിൾ എ ബി സി ടാൻ എയുടെ ഓപ്പോസിറ്റ് സൈഡ്, ടാൻജന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്. അപ്പോൾ ടാൻ 60 ഈസ് ഈക്വൽ ടു ബി സി 50 ആണ് ബൈ എ ബി. ഈ എ ബി ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന പ്രത്യേകം ഇന്ത്യയും ഈ ടാൻ 60 ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ therefore എ ബി ഈസ് ഈക്വൽ ടു 50 ബൈ ടാൻ 60. That is equal to 50 by tan 60 root 3. That is 50 by root 3 എന്ന് കിട്ടി. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഫ്രം ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി ഈസ് ആൾസോ എ റൈറ്റ് ട്രയാങ്കിൾ അറ്റ് റൈറ്റ് ആംഗിൾ അറ്റ് എ. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആണിത്. ഇത് അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അവിടെയും ടാൻ ആണ്. അപ്പോൾ ടാൻ ബി is equal to opposite side AD by adjacent side AB. Tan B 30 degree. So tan 30 is equal to AD by AB. ഈ AB ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യും. tan 30 1 by root 3 into AB is equal to AD. AB കിട്ടിയിട്ടുണ്ട് 50 by root 3. 1 by root 3 into എ ബിക്ക് വരും 50 by root 3 is equal to AD. Therefore, AD is equal to 1 into 50, 50, root 3 into root 3, 3, 50 by 3. That is equal to 50a 3 1 divide അല്ലെങ്കിൽ 3 5 നകത്ത് 1 times 1 3 is 3, balance 2 20 കകത്ത് 6 3s are 18, balance 2 by 3. So 16 and 2 by 3 meter. Therefore, height of the building is equal to 16 and 2 by 3 or 16.2
666 meter, that is 16.67 meter. 50 എത്രയുണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 3 3, 5 minus 3 220, 6 3s are 18, minus 2.20, 6 3s are 18, 2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.